ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ചിലപ്പം പലരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നോട്ടീസ് ചെയ്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. നോട്ടീസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഷോർട്ട് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് റീ അപ്ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ലോങ് വീഡിയോയിൽ നിന്ന് ഷോർട്ട് വീഡിയോ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവർ ദയവായിട്ട് സ്കിപ്പ് ചെയ്യുക. കമ്പ്യൂട്ടറിനകത്ത് അതെങ്ങനെയാണെന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ തന്നെ മെറ്റാ ബിസിനസ് സ്യൂട്ട് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പേജ് പ്രത്യേകം ഓർക്കുക, മോണിറ്റൈസ്ഡ് അല്ല. അത് സ്റ്റാർസും സബ്സ്ക്രിപ്ഷനും മാത്രമേ ഇതിൻ്റെ ഇനേബിളായി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഹോം, നോട്ടിഫിക്കേഷൻ, പ്ലാനർ, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റോറീസ്, എ/ബി ടെസ്റ്റ്, ഫീഡ്, ഗ്രിഡ് ഇതൊക്കെ പറഞ്ഞ് കണ്ടേക്കുന്നതിൻ്റെ താഴെയായിട്ട് റെഡിമെയ്ഡ് റീൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം ഒത്തിരി ഓപ്ഷൻസ് നമുക്കിങ്ങനെ വരും. ഒരു 6 ഓപ്ഷൻ വരും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ അത്യാവശ്യം റീച്ച് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. അതിപ്പോൾ ലൈവ് ചെയ്തതാണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഇതിനകത്ത് മുഴുവൻ കാണിക്കുന്നത് ലോങ് വീഡിയോസ് ആണ്. കാരണം ലോങ് വീഡിയോയിൽ നിന്നാണല്ലോ നമുക്ക് റീൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്തുള്ളതെല്ലാം ലോങ് വീഡിയോസ് ആണ്. അതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം റീച്ച് ചെയ്തേക്കുന്ന വീഡിയോ ആണ് അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 6 ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട് നമുക്ക്, 6 എണ്ണം. അതിനകത്ത് ഇപ്പം നമുക്ക് നോക്കാം. ഈ പ്രിവ്യൂ എന്ന് പറയുന്ന സംഭവം ഒന്ന് എടുത്ത് നോക്കാം. ഈ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. മീൻസ് ആ വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻ ആയിരിക്കും അവർ കാണിക്കുന്നത്. അപ്പം നമുക്കിവിടെ നമ്മളെപ്പോൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം. നമുക്ക് തംബ്നെയിൽ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. എന്താണ് അവരിവിടെ കാണിക്കുന്നുണ്ട്? കോപ്പിറൈറ്റ് കണ്ടന്റ് ചെക്ക് ഓപ്ഷണൽ, വെയിറ്റിംഗ് ഫോർ യുവർ വീഡിയോ ടു ബി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡഡ് ആണ്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അത് ആ ഓപ്ഷൻ വരുന്നില്ല? ഇപ്പം റീസെൻ്റ്ലി വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്താൽ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ള എല്ലാ സംഭവങ്ങളും വരും. നമുക്ക് മോണിറ്റൈസേഷൻ്റെ എല്ലാം ഇനേബിളാക്കി കൊടുക്കാം. കണക്ട് ടു അനദർ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ റീല് നമ്മളിങ്ങനെ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർ ഇടയ്ക്കൊന്നുള്ള പോർഷൻ തരാത്തത്. ഇതിൻ്റെ ആദ്യത്തെ ഈ ഒരു പോർഷൻ തരുന്നതിൻ്റെ മെയിൻ റീസൺ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണക്ട് ടു റീൽ ടു യുവർ വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ. അതായത് ഇത് നമ്മൾ ഈ റീൽ ഇട്ടേക്കുന്നതിൻ്റെ റിയലായിട്ടുള്ള ലോങ് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഈ റീല് 1 മിനിറ്റിലോ എത്ര മിനിറ്റ് ആണ് ആ ഓപ്ഷൻ കഴിയുമ്പം ആ റീല് നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ആ ലോങ് വീഡിയോയിലേക്ക് ഫേസ്ബുക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും. അതിനുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പക്ഷേ ഇതെനിക്കൊരു നല്ല അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ കോപ്പിറൈറ്റഡ് കണ്ടന്റ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കോപ്പിറൈറ്റ് കണ്ടന്റ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ പേജിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ റീല് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് അയ്യോ ഇതിൻ്റെ ബാക്കി എന്തായിരിക്കും, ക്യൂരിയോസിറ്റി ഉള്ള വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോങ് വീഡിയോ കാണാൻ ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം അതുപോലെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളതങ്ങ് ഷെയർ ചെയ്താൽ മതി. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് റീലായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ റീല് മറ്റുള്ളവർ നമ്മുടെ ഓഡിയൻസ് കണ്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലോങ് വീഡിയോയിലേക്ക് പോയിക്കോളൂ. അപ്പം നമ്മുടെ റീലിന് നമുക്ക് വ്യൂ കിട്ടും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ.